യഥാർത്ഥത്തിൽ ഖുദ്സിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഹിജറയോടുകൂടിയാണ്. ഇബ്രാഹിം നബി എവിടെ നിന്നാണ് ഹിജറ ചെയ്യുന്നത്? ഇറാഖിൽ നിന്നാണ്. ഇറാഖിലെ ഊർ പട്ടണത്തിൽ നിന്ന് നമ്രൂദിൻ്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് അത്ഭുതകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന ഖുദ്സിൻ്റെ ഭൂമിയിലേക്ക് പലായനം ചെയ്യുകയാണ്. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാനിതാ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ്, അവൻ എനിക്ക് വഴി കാണിച്ചു തന്നോളും എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ തൻ്റെ ജനത തൗഹീദിൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നില്ല എന്ന ആത്മദുഃഖത്തോടുകൂടി ആ പ്രവാചകൻ ഖുദ്സിൻ്റെ ഭൂമിയിലേക്ക് പലായനം ചെയ്യുകയാണ്. ആ യാത്രയുടെ ഇടയിലാണ് ഈജിപ്തിൽ വെച്ച് ഹാജറ ബീവി ആ 2 അംഗം മാത്രമുള്ള കുടുംബത്തിലൊരു അംഗമായി പുതുതായി ചേരുന്നത്. അങ്ങനെ ഖുദ്സിൽ വെച്ചാണ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ മസ്ജിദുൽ അഖ്സായുടെ പരിസരത്ത് വെച്ചാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഹാജറ ബീവിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ആ ഭൂമിയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യമായി ജനിക്കുന്ന കുട്ടിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതായത് ഇസ്രായേലുകളുടെ മൂത്താപ്പ, അറബികളുടെ പൂർവ്വപിതാവ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും മക്കയിൽ കൊണ്ടുചെന്നാക്കാൻ പറയുകയും അതിനുശേഷമാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് 3 മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ ആ ചരിത്രം സൂറത്തുൽ ഹിജറിലും അതുപോലെ ഒട്ടനവധി സൂറത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ സന്തോഷ വാർത്ത അറിയിക്കാമെന്ന അതേ മലക്കുകൾ തന്നെയാണ് കുറച്ചപ്പുറത്തുള്ള പ്രദേശമായ സദൂം ഗോത്രത്തിലെ സ്വർഗാനുരാഗികളായ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മലക്കുകളും ശിക്ഷ നടപ്പാക്കാൻ ഏൽപ്പിച്ച മലക്കുകളും അത് തന്നെയാണ്. അങ്ങനെയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പുത്രനായി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുകയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 12 ആൺമക്കളെ നൽകുകയും ചെയ്തു. നമ്മളിത് പറഞ്ഞ ചരിത്രമാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാതേ ഉള്ളൂ. അപ്പോൾ ഈ 12 ആൺമക്കൾ കാലക്രമേണ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെത്തുകയും ആ ഈജിപ്തിൽ അദ്ദേഹത്തിന് ഭരണം ലഭിക്കുകയും ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് കഠിനമായ ക്ഷാമം പിടിപെടുകയും അങ്ങനെ ബാക്കിയുള്ള 11 സഹോദരന്മാരും യാക്കൂബ് നബിയും ഭാര്യയുമെല്ലാം ഈജിപ്തിലേക്ക് പറിച്ചു നടപ്പെടുകയും ചെയ്തതാണ് ചരിത്രം. ഇവിടെയാണ് ഇസ്രായേലികളുടെ ഈജിപ്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ഏത് കുടിയേറ്റക്കാരും ഏത് അഭയാർത്ഥികളും ലോകത്ത് ഏത് ചരിത്രത്തിലും അനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും അടിച്ചമർത്തലുകളുമെല്ലാം പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലുകൾ ഈജിപ്തിൽ അനുഭവിക്കുകയാണ്. ഒട്ടനവധി പ്രയാസങ്ങൾ, അവർ അടിമകളാക്കപ്പെട്ടു. ഈജിപ്തിലെ കോപ്റ്റിക് വംശത്തിൻ്റെ അടിമകളാക്കി പിന്നീട് ഇസ്രായേലുകൾ അങ്ങനെ കാലം കഴിക്കുകയാണ്. 400 സംവത്സരങ്ങൾ, 4 നൂറ്റാണ്ടുകൾ അവരങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആ സമയമാകുമ്പോഴേക്ക് 12 മക്കൾ എന്നത് 12 വലിയ ഗോത്രങ്ങളായി മാറി. ഇസ്രായേൽ സന്തതികൾ പെരുകി ഒട്ടനവധി ജനപദം, ഒരു വലിയ ജനപദമായി അവർ മാറി. 12 വലിയ ഗോത്രങ്ങളായി മാറി. ഈ ഗോത്രങ്ങളെ ഫിർഔനിന്റെ അടിച്ചമർത്തലുകളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നത്. വല്ലാത്ത വൈകാരികത ഉണർത്തുന്ന ചരിത്രങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കാൻ വേണ്ടി ഫിർഔനിന്റെ മുന്നിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. അല്ലാഹു മൂസാ നബിയോട് ഈ ദൗത്യവുമായി പറഞ്ഞയക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് നൽകുന്ന ചില ആശ്വാസവാക്കുകളുണ്ട്. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യുഹാ മൂസാ. ഭയപ്പെടേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. ഫിർഔൻ എന്ന അതീശാധികാരിയായ ക്രൂരനായ ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഈ ദൗത്യവുമായി അങ്ങ് പോകുമ്പോൾ അങ്ങയുടെ കുട്ടിക്കാലം അങ്ങയുടെ ഓർമ്മയിലുണ്ടാകണം, അങ്ങയുടെ ചെറുപ്പം അങ്ങയുടെ ഓർമ്മയിലുണ്ടാകണം. ഫിർഔനിന്റെ പട്ടാളക്കാരെ ഇസ്രായേലികളിൽപ്പെട്ട ആൺകുട്ടികളെ കൊല്ലുന്നതിന് വേണ്ടി തിരഞ്ഞു നടന്ന സന്ദർഭത്തിൽ അങ്ങയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ, പരിക്കേൽക്കാതെ അങ്ങയെ രക്ഷപ്പെടുത്തിയ ഒരു യുവാവായി ഈ അവസ്ഥയിൽ അങ്ങെത്തിയത് അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഈ ധൈര്യം കൊടുത്തിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ. അവിടുന്ന് അങ്ങോട്ട് നീണ്ട ചരിത്രമാണ്. അതൊന്നും നമ്മുടെ ഖുദ്സുമായി ബന്ധപ്പെട്ട ചരിത്രമല്ല. അവസാനം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഇസ്രായേലുകളുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെട്ടൊരു സന്ദർഭമുണ്ട്.
മുന്നിൽ തടസ്സമായി നിന്ന ചെങ്കടലിലേക്ക് തന്റെ വടി കൊണ്ടടിച്ച് ആ ചെങ്കടലിന്റെ നടുവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയുണ്ടാക്കി കൊടുത്ത് ആ ചെങ്കടൽ കടന്ന് അവര് ഖുദ്സിന്റെ ഭൂമിക്കടുത്ത പ്രദേശമായ സീനാ മരുഭൂമിയിൽ എത്തി നിൽക്കുന്ന സന്ദർഭം. ഇവിടെയാണ് ചരിത്രം വഴിമാറുന്നത്. ചരിത്രം ഗതിമാറി സഞ്ചരിക്കുന്നത് ഇവിടെയാണ്. ഇത്രയും നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലുകളെ പരീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെങ്കടൽ നീന്തിക്കടക്കാൻ അല്ലാഹു ഇസ്രായേലുകളോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഊരിപ്പിടിച്ച വാളുമായി വരുന്ന ഫറോവയുടെ സൈന്യത്തോട് പോരാടണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലുകളോട് പറഞ്ഞിട്ടില്ല. അവരുടെ മുന്നിൽ ഫിർഔനടക്കമുള്ള ധിക്കാരികളും അഹങ്കാരികളുമായ ആളുകൾ അവരുടെ മുന്നിൽ ഓരോരുത്തരായി മുങ്ങി മരിച്ചു. അവർ സുരക്ഷിതമായി ആ കടല് കടക്കുകയും ചെയ്തു. ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലകൾക്ക് നടുവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഴിയുണ്ടാക്കി കൊടുത്തു. അത്ഭുതങ്ങൾ കാണിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. പക്ഷേ ഖുദ്സിന്റെ ഭൂമിയിലെത്തുമ്പോൾ ആ ഖുദ്സിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് വലിയൊരു പരീക്ഷണം തരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ പരീക്ഷണത്തിൽ അവരമ്പേ പരാജയപ്പെട്ടു. ആ പരീക്ഷണത്തിൽ അവർ പാടെ പരാജയപ്പെട്ടു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 21 മുതൽ 26 വരെയുള്ള വചനം ഈ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരാൻ. മൂസാ നബി സീനാ താഴ്വരയിൽ നിന്നുകൊണ്ട് തന്റെ സമുദായത്തോട്, ജൂതന്മാരോട്, ഇസ്രായേലിനോട് പറയുന്നു, യാ ഖൗമി ദഖുലുൽ അർദൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും. എന്റെ സമുദായമേ, എന്റെ ഉമ്മത്തേ, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു എഴുതി വെച്ച ഈ മുഖദ്ദസായ പരിശുദ്ധമായ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. വലാ തർതദ്ദു അലാ അജ്ബാരിക്കും. നിങ്ങൾ നിങ്ങളുടെ പിൻകാലുകളിൽ പിന്തിരിഞ്ഞു കളയരുത്. ഫതൻഖലിബു ഖാസിരീൻ. നിങ്ങൾ നഷ്ടക്കാരായി മാറിപ്പോകുമേ. അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഫലസ്തീനിലെ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി 12 അംഗ പ്രതിനിധികളെ പറഞ്ഞയച്ചു. 12 ഗോത്രങ്ങളാണുള്ളത്. ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ ആളുകളെയും തിരഞ്ഞെടുത്ത് 12 അംഗ പ്രതിനിധി സംഘത്തെ ഫലസ്തീനിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, ഖുദ്സിന്റെ ഭൂമിയിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു വരുന്നതിന് വേണ്ടി നിയോഗിച്ചു. ഈ 12 ആളുകളും അവിടെ പോയപ്പോൾ അവിടെ കാണുന്ന സ്ഥിതി എന്താണ്? പൂർവ്വ പിതാവായ യാക്കൂബ് നബി അവിടെ നിന്ന് വിട്ടു വരുമ്പോഴുള്ള അവസ്ഥയൊന്നല്ല ഇന്ന് ഫലസ്തീനിൽ. വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ കൊട്ടാരങ്ങൾ, മാളികകൾ, വലിയ കൃഷിയിടങ്ങൾ, കൃഷിഭൂമികൾ, ഫലഭൂയിഷ്ടമായ മണ്ണ് അത്ഭുതപ്പെടുത്തിയവൻ. അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മാത്രമല്ല, ബഹുദൈവാരാധകരായ മുശ്രിക്കുകളായ അധികായന്മാരായ ബലവാന്മാരായ ആജാനുബാഹുക്കളായ മനുഷ്യരാണ്, അമാലിഖി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് അവിടെ കഴിഞ്ഞുകൂടുന്നതും. ഇതൊക്കെ കണ്ട് ഈ 12 ആളുകളിൽ 10 ആളുകളും പേടിച്ചുപോയി, 2 ആളുകൾ ഒഴികെ. അങ്ങനെ അവർ മൂസാ നബിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറയുന്ന വർത്തമാനം അല്ലാഹു പറഞ്ഞുതരാണ്. ഖാലൂ യാ മൂസാ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ ഫഇൻ യഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂന. അല്ലയോ മൂസാ, ആ നാട്ടിൽ വല്ലാത്ത ശക്തന്മാരായ മല്ലന്മാരായ ആളുകളാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പ്രവേശിക്കുന്നതല്ല. അവരാ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ, അവരാ ഫലസ്തീനിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് വരെ ഞങ്ങൾ ആ ഭൂമിയിലേക്ക് കടക്കുന്നതല്ല. ഇനി ആ ആളുകൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിലേക്ക് പ്രവേശിക്കാം. അവരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല, അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ അവരുടെ മുന്നിൽ വെട്ടുകിളികളെ പോലെ തോന്നുകയാണ്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട 2 ആളുകൾ, യൂശഅ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തായ കാലബ് എന്ന് പറയുന്ന വ്യക്തി, ഈ 2 ആളുകൾ അവരോട് പറയുകയാണ്, ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമല്ലാഹു അലൈഹിമാ. അല്ലാഹു അനുഗ്രഹം നൽകിയ 2 വ്യക്തികൾ അതാ ഇസ്രായേലികളോട് പറയുകയാണ്, ഉദ്ഖുലൂ അലൈഹിമുൽ ബാബ്. നിങ്ങൾ ആ പട്ടണത്തിന്റെ വാതിൽ പ്രവേശിച്ചു കൊള്ളുക. ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ. ഈ പറയുന്നത് പോലെ അവർ മല്ലന്മാരാണ്, അധികായന്മാരാണെന്നാൽ നിങ്ങൾ ആ വാതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പട്ടണത്തിന്റെ വാതിൽ നിങ്ങൾ ആക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുന്നതാണ്. വഅലല്ലാഹി ഫതവക്കലൂ. അല്ലാഹുവിൽ നിങ്ങൾ പരമേൽപ്പിക്കുകയും ചെയ്യുക. ഇൻ കുൻതും മുഅ്മിനീൻ.
നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. യൂശഉം കാലബും രണ്ടേ രണ്ടാളുകൾ, 12 പ്രതിനിധി സംഘത്തിൽ നിന്ന് രണ്ടേ രണ്ടാളുകൾ പറഞ്ഞു നിങ്ങൾ പിന്തിരിയരുത് കേട്ടോ, അവര് ശക്തന്മാരാണ്, മല്ലന്മാരാണ്, പക്ഷേ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവരിൽ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായി അവരെ ജയിക്കാൻ പറ്റും, അതുകൊണ്ട് ശക്തമായി നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് ഈ രണ്ടാളുകൾ. പക്ഷേ ഈ രണ്ടാളുകളുടെ വർത്തമാനം അവർ പാരയെ നിഷേധിച്ചു കളഞ്ഞു. എന്നിട്ടാണ് ചരിത്രത്തിൽ കുപ്രസിദ്ധമായ ധിക്കാരത്തിന്റെ വാക്ക് അവർ ഉരുവിടുന്നത്. എന്താ അവർ പറയുന്നത്? ഖാലൂ യാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. അല്ലയോ മൂസ, ഞങ്ങൾ അതിൽ പ്രവേശിക്കൂല കേട്ടോ, അവരതിലുള്ള കാലത്തോളം അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, നീയും നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നിങ്ങൾ പോയി യുദ്ധം ജയിച്ചു വരുന്നത് വരെ ഈ സീനാ താഴ്വരയിൽ, ഈ സീനാ മരുഭൂമിയിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നു കൊള്ളാം. പരീക്ഷണത്തിലെ അങ്ങേയറ്റത്തെ പരാജയമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു, വല്ലാതെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചങ്ക് മുറിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അല്ലാഹുവിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വ അഖി. അല്ലാഹുവേ, എന്റെയും എന്റെ ഹാറൂൻ എന്ന എന്റെ സഹോദരന്റെയും കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്വമുള്ളൂ. ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ. അതുകൊണ്ട് ചെമ്മാടികളായ, ധിക്കാരികളായ, അനുസരണക്കേടുള്ള ഈ ആളുകളിൽ നിന്ന് ഞങ്ങളെ നീ വേർപെടുത്തേണമേ. ഈ രണ്ട് ആളുകൾക്കുമിടയിൽ നീ വേർതിരിവുണ്ടാക്കണേ. അതായത് അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തെടുത്ത റബ്ബേ, എന്നെയും എന്റെ സഹോദരനെയും ഇവരുടെ ഈ ധിക്കാരത്തിൽ നീ മാറ്റി നിർത്തണേ അല്ലാ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വന്നു, അള്ളാഹുവിന്റെ മറുപടി വന്നു. എന്താ അല്ലാഹ് പറഞ്ഞത്? ഖാല ഫഇന്നഹാ മുഹറമതുൻ അലൈഹിം 40 സന. അവർ കയറിയിട്ടില്ലല്ലേ, അവർ പ്രവേശിച്ചിട്ടില്ല, അവരിതാ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് 40 കൊല്ലം ഇനി അങ്ങോട്ട് കയറാൻ അവർക്ക് പറ്റൂല. ഇനി അവർ യുദ്ധം ചെയ്യാൻ തയ്യാറായാലും അവർ വിജയിക്കാൻ പോകുന്നില്ല. ഇനി അവർക്ക് ഖുദ്സിന്റെ ഭൂമി ഇതാ 40 കൊല്ലത്തേക്ക് ഹറാമാക്കപ്പെടുകയാണ്, നിഷിദ്ധമാക്കപ്പെടുകയാണ്. യതീഹൂന ഫിൽ, അവർ ഭൂമിയിൽ അങ്ങനെ അലഞ്ഞു തിരിയട്ടെ. സീനാ വനാന്തരങ്ങളിലും മരുഭൂമികളിലും താഴ്വരകളിലുമെല്ലാം ഇസ്രായേലി സന്തതികൾ അങ്ങനെ അലഞ്ഞു തിരികയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. മൂസാ, ധിക്കാരികളായ ജനതയുടെ കാര്യത്തിൽ നീ വേദനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. 40 കൊല്ലം ഖുദ്സിന്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനം അവർക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ്. ഈ 40 കൊല്ലം മുഴുവൻ സീനാ മരുഭൂമിയിൽ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർസീന പർവ്വതത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുന്നതും തൗറാത്ത് അദ്ദേഹത്തിന് കിട്ടുന്നതും. ഈ സമയത്ത് തന്നെയാണ് ജൂതന്മാര്, ഇസ്രായേലികൾ വീണ്ടും പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങിയതും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങേയറ്റം ദേഷ്യവും സങ്കടവും വന്നതെല്ലാം ഈ സമയത്താണ്. ഈ ഒരു 40 കൊല്ലത്തിനിടയിലാണ്. ഈ സമയത്ത് തന്നെയാണ് 2 പ്രവാചകന്മാരും കാലഗതി അടയുന്നത്, 2 പ്രവാചകന്മാരും മരണപ്പെട്ടു പോകുന്നത്. 40 വർഷം കഴിയുമ്പോഴേക്ക് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുകയാണ്. ഏകദേശം ഏതാണ്ട് 6 മാസം കഴിയുമ്പോഴേക്ക്, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണത്തിന് ശേഷം 6 മാസം കഴിയുമ്പോഴേക്ക് അബാരീം പർവ്വതത്തിലെ മൊവാബ് മലയിൽ വെച്ച് ഖുദ്സിന്റെ ഭൂമി നോക്കിക്കണ്ടുകൊണ്ട്, വാഗ്ദത്ത ഭൂമി നോക്കി നിന്നുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറയുകയാണ്. എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും ആ പ്രവാചകന്റെ മനസ്സിൽ. അല്ലാഹുവേ, ആ മഹാരഥനായ പ്രവാചകനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണേ നാഥാ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിജറ തൊട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണം വരെയുള്ള ഖുദ്സിൻ്റെ ഭൂമിയുടെ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് വലിയ 2 പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തത്, ഖുദ്സിൻ്റെ ഭൂമിക്ക് അർഹതയുള്ളത് ഒരിക്കലും ജൂതന്മാർക്ക് മാത്രമല്ല, അറബികളുടെ കൂടി അവകാശമാണ്. കാരണം ഇസ്രായേലികളുടെ പൂർവ്വപിതാവായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജനിക്കുന്നതിൻ്റെ മുന്നേ അവിടെ ആര് ജനിച്ചിട്ടുണ്ട്? അറബികളുടെ പൂർവ്വപിതാവായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചിട്ടുണ്ട്. ഇനി ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂട്ടി മക്കയിലേക്ക് പോയതോടുകൂടി അതിൻ്റെ അവകാശം നഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12 മക്കളെയും കൂട്ടിയിട്ട് ഈജിപ്തിലേക്ക് പോയതോടുകൂടി അവകാശം നഷ്ടപ്പെടണ്ടേ? നഷ്ടപ്പെടുന്നില്ല. ജൂതന്മാർക്ക്, ഇസ്രായേലികൾക്ക് ഖുദ്സിൻ്റെ ഭൂമിയുടെ അവകാശം അവിടുന്ന് പോയതുകൊണ്ട് നഷ്ടപ്പെടാത്തതുപോലെ തന്നെ അറബികൾക്ക് അവരുടെ പൂർവ്വപിതാവ് ഖുദ്സിൻ്റെ ഭൂമിയിൽ നിന്ന് പോയതുകൊണ്ട് അതിൻ്റെ അവകാശം നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തത്, ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള വലിയ അന്തരം ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയോ? ജൂതന്മാർക്ക് വന്ന ഒന്നാമത്തെ പരീക്ഷണം, അതായത് ഒട്ടനവധി അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവർ ഹിജറ നടത്തുന്നത്, പലായനം നടത്തുന്നത്. എന്നിട്ടും അവരതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്, തോറ്റുപോയി എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്തിന് വന്ന പരീക്ഷണം, അവരുടെ ഹിജറ എങ്ങനെയായിരുന്നു? അവർക്ക് ചെങ്കടലൊന്നും അല്ലാഹു പിളർത്തി കാണിച്ചു കൊടുത്തിട്ടില്ല. വലിയ വലിയ അത്ഭുതങ്ങളൊന്നും മുസ്ലിങ്ങൾ കണ്ടിട്ടില്ല. പല സ്വഹാബിമാരും ജീവിതത്തിൽ ഇന്ന് വരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ ശത്രുവിന്റെ വായിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഹിജറ കഴിഞ്ഞ് മദീനയിലേക്ക് എത്തുമ്പോൾ ചെരുപ്പ് പോലും ഇല്ലാതെ കാല് പൊട്ടി ചോരയൊലിച്ച അവസ്ഥയിലാണ് മദീനയിലേക്ക് എത്തുന്നത്. വേദനയുടെ, പ്രയാസത്തിന്റെ, ത്യാഗത്തിന്റെ, തീക്ഷ്ണതയുടെ, സമർപ്പണത്തിന്റെ ചരിത്രമാണ് ഹിജറയുടെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ അത്രയും കഠോരമായ ഹിജ്റയുടെ ചരിത്രം കഴിഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്തിന് ഒന്നാമത്തെ പരീക്ഷണം വരികയാണ്. ഏതാണ് ആ പരീക്ഷണം പ്രിയപ്പെട്ടവരെ? ബദറിന്റെ രണഭൂമിയിലെ പരീക്ഷണം. അവിടെ തങ്ങളെക്കാൾ വലിയ സൈന്യസന്നാഹവും ആയുധവും ആൾബലവും എല്ലാമുള്ള ഒരു സൈന്യത്തെ നേരിടാനുള്ള അവസ്ഥ മുസ്ലിം ഉമ്മത്തിന് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളോടും മുഹാജിറുകളോടും അതിനുള്ള അഭിപ്രായം ചോദിച്ചപ്പോ അവരുടെ ഒരു മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുനാ ഖാഇദൂൻ. മൂസാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ എന്ന അന്നത്തെ ഇസ്രായേലികളുടെ മറുപടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ ഭൂമിയിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് അൻസാറുകളും മുഹാജിറുകളും പറഞ്ഞ മറുപടിയും കിഴക്കും പടിഞ്ഞാറുമാണ് പ്രിയപ്പെട്ടവരെ. എന്താ അൻസാറുകളും മുഹാജിറുകളും പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, മൂസായുടെ ജനത അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയൂലട്ടോ, ബർഖുൽ ഹിമാദിലേക്ക് നഗ്നപാതരായി അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചാലും അങ്ങയുടെ കൂടെ ഞങ്ങൾ വരും. ഒരു പേടിയും വേണ്ട, ഒരു സംശയവും വേണ്ട. അങ്ങക്ക് ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾ ഭേദിച്ച് അങ്ങ് മുന്നിൽ നടന്നാൽ സംശയമേതുമില്ലാതെ ഈ അനുയായികൾ അങ്ങയുടെ കൂടെ വരുമെന്ന് അൻസാറുകളും മുഹാജിറുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ഉമ്മത്ത് അനുഗ്രഹീതമായ ഉമ്മത്താണ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ ഒരു അംഗമാക്കണേ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്. ഈസാ നബി ദുആ ചെയ്തിട്ടുണ്ട്, ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ ഒരു അംഗമാകാൻ എനിക്ക് അവസരം തരണം റബ്ബേ എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ അന്ത്യനാൾ എടുക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. കാരണം ഈ ഉമ്മത്തിന്റെ ഇസ്സത്താണത്, പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിലുള്ള. പ്രിയപ്പെട്ടവരെ, അതിന്റെ വ്യത്യാസം 2 പ്രവാചകന്മാരുടെയും മരണത്തിന്റെ സമയത്ത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന അന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരത്തിന് പ്രവാചകൻ തന്റെ വീടിന്റെ വിരിമാറ്റിക്കൊണ്ട് മദീന പള്ളിയിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടം കണ്ട പ്രവാചകന്റെ മുഖത്തെ കണ്ട സ്വഹാബികൾ വർണ്ണിക്കുന്നത് പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന
സുസ്മേരവദനായ സന്തുഷ്ടനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖത്തിന്റെ വിശദീകരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോവാബ് മലയിൽ വെച്ച് മരണപ്പെടുന്നത് തന്റെ ജനതയുടെ അനുസരണക്കേട് കാണണം. കാരണം ഒരു വട്ടം പോലും ഖുദ്സിന്റെ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ അവസരം കിട്ടാത്ത വേദനയിലും പ്രയാസത്തിലുമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വാഗ്ദത്ത ഭൂമി നോക്കിക്കൊണ്ട് മോവാബ് മലയിൽ വെച്ച് മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ എത്രമാത്രം ഔന്നത്യത്തിലാണ്, നമ്മളെ എത്രമാത്രം അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാം നൂറ്റാണ്ടിലെ ജനതയുടെ വിശ്വാസത്തിലേക്കും ഈമാനികമായ ഒരു വളർച്ചയിലേക്കും നമ്മൾ എത്തണം. സകല വിജയങ്ങളും നമ്മുടെ കയ്യിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. മസ്ജിദുൽ അഖ്സയാകട്ടെ, ലോകത്ത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഏത് അവകാശങ്ങളാകട്ടെ, ഒന്നാം നൂറ്റാണ്ടിലെ ഉത്തമരായ ജനപദത്തിന്റെ ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട താമസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. റബ്ബി ഉമ്മത്തിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ. സ്വഹാബത്തിന്റെ ഈമാനികമായ ഉയർച്ചയിലേക്ക് എത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച തലശ്ശേരിയിൽ വെച്ച് ഹൈസക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഹൈസക്ക്? ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന സമ്മേളനമാണ്. ഒരു സമ്മേളനം എന്നതിനപ്പുറത്ത് അവിടെ വരുന്ന കുട്ടികളെ സംസ്കരിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, 10,000-കണക്കിന് കുട്ടികൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ടുണ്ട്. നിസ്കരിക്കാത്ത കുട്ടികൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വൃത്തികെട്ട അശ്ലീലതകളാണെന്ന കുട്ടികൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലേക്കും തഖ്വയിലേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് 8ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അവരെ പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം. അവിടെ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കാലഘട്ടത്തിൻ്റെ ചതിക്കുഴികളെക്കുറിച്ചും വഞ്ചനകളെക്കുറിച്ചെല്ലാം നടക്കുന്ന ക്ലാസുകളിൽ ദർസുകളിൽ അവർക്ക് വലിയ മാറ്റമുണ്ടാകും. അള്ളാഹു അവരെ മാറ്റുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷൻ ആ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളാലാവുന്ന സഹായം അതിനുവേണ്ടി ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, യുവതലമുറയെ നേരായ വഴിയിലേക്കും ആക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, മരണത്തിൻ്റെ മുന്നേ മസ്ജിദുൽ അഖ്സായിൽ വെച്ചുകൊണ്ട് 2 റക്അത്ത് ആത്മാഭിമാനത്തോടെ നമസ്കരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.